എനിക്ക് തോന്നുന്നു ആരൊക്കെയോ പേയ്മെന്റ് ഇല്ലാതെ പോലെ ഈ സീസണിൽ വന്നിട്ടുണ്ട്. ലൈക്ക് അവർക്ക് ഫെയിം മതി, പേയ്മെന്റ് വേണ്ട എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്നോ രണ്ടോ പേര് ആ ഷോയിലകത്ത് പേയ്മെന്റ് മേടിക്കാതെ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ ഉള്ളിൽ പറഞ്ഞു കേട്ടത്. ഞാൻ LGBTQ റെപ്രസെന്റ് ചെയ്ത് വരുന്നു, ഞാൻ ഇത് എഡ്യൂക്കേറ്റ് ചെയ്യാൻ വരുന്നു എന്നുള്ളത് അവരുടെ സ്ക്രിപ്റ്റ് ഞാൻ വായിക്കുന്നതാണ്. ഞാൻ ആക്ച്വലി അവരോട് പറഞ്ഞത് ഞാൻ ഒരു റെപ്രസെന്റേഷൻ അല്ല, ഞാൻ ആസ് എ ഗെയിമർ കണ്ടസ്റ്റന്റ് ആയിട്ടാണ് വരുന്നത്. പക്ഷെ അവര് പറഞ്ഞത് എനിക്ക് പറയേണ്ടി വന്നു തുടക്കത്തിലുള്ള ഇൻട്രോ ഇതില്. ഏഷ്യാനെറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഡൗട്ടാണ്. എൻ്റെ അമ്മയെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഇവരുടെ ആൾക്കാര്, വീട്ടിൽ കയറി അടിക്കും, അത് ചെയ്തു ചെയ്യുന്നൊക്കെ. കൊറിയൻ മല്ലു ഇങ്ങനെ ഒരു കമന്റ് ഇട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഭീഷണി കോളുകൾ അമ്മയ്ക്ക് വന്നു. അമ്മ ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ട് ആയിരുന്നു. അമ്മ ഈ ബിഗ് ബോസിന്റെ ടൈമിൽ എത്രയോ കിലോ വെയിറ്റ് കുറഞ്ഞു. നമ്മുടെ വീടിനടുത്തുള്ള ഫ്രണ്ട്സ് ഒക്കെ നമ്മളെ കൂട്ടുകൂടാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്യൂ ഉള്ളതുകൊണ്ട്. ഈ ഇന്റർവ്യൂവിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് നമുക്ക് പറയാനുള്ള കാര്യം, അതായത് അബി ഇങ്ങോട്ട് കേരളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്, അച്ഛന്റെ കൂടെ താമസിക്കാൻ പോവാണ് ഇനി മുതൽ അല്ലേ? അതെ അതെ. എന്റെ സ്ക്രീൻ സ്പേസ് മേ ബി ഒരു എപ്പിസോഡിൽ 1 hour എപ്പിസോഡിൽ 3 minutes അല്ലെങ്കിൽ 5 minutes മാക്സിമം. പക്ഷെ ജാസ്മിൻ ഗബ്രി വെറുതെ ഇരുന്ന് അവരുടെ ഒരു ലൂസ് ടോക്സ് വരെ ഫുൾ എപ്പിസോഡിൽ 40 minutesോളം ആ ലൂസ് ടോക്സ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ ഫേവർ ചെയ്യുന്ന പോലെ എനിക്ക് എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. അവിടെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ എന്തൊക്കെയോ ഒരു ശക്തി, പവർ ഉള്ളതായിട്ട് ഫീൽ ഉറപ്പായിട്ടുണ്ട്. എന്തൊക്കെയോ ഒരു നെഗറ്റിവിറ്റി ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ അവരുടെ ഫാമിലിയിൽ ഞാൻ സ്ട്രെയിറ്റ് ആണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഗേ ആയ പേഴ്സൺ എന്തിന് എപ്പോഴും നമ്മുടെ സെക്ഷുവാലിറ്റിനെ കുറിച്ച് സംസാരിക്കണം എന്നുള്ളൊരു തോട്ടാണ് എനിക്ക്. ബിഗ് ബോസിനെ പറ്റി പല അഭിപ്രായങ്ങളുള്ള ആൾക്കാരുണ്ട്. ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. പക്ഷേ ഈ സീസൺ 6 എല്ലാവരും ഒരുപോലെ പറയുന്ന ഒരു മൊമെന്റ് ഉണ്ട്. മകന്റെ സ്വത്വം തിരിച്ചറിഞ്ഞ് അമ്മ മകൻ അയച്ച കത്ത് നോക്കി അവൻ വായിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ കണ്ണുകളിൽ നിറഞ്ഞിട്ടുണ്ട്. അവൻ്റെ ഹൃദയത്തിൽ തൊട്ട പോലെ തന്നെ നമ്മളുടെ ഹൃദയത്തിൽ തൊട്ടിട്ടുണ്ട്. അയാളാണ് എൻ്റെ മുൻപിലിരിക്കുന്നത്. അതിന് മുൻപായിട്ട് ഹലോ, ഹായ്, നമസ്കാരം. യു ആർ വാച്ചിങ് യെസ് എഡിറ്റോറിയൽ. ഐ എം ഗദ്ദാഫി സ്റ്റോറി സോ ഫാറിൽ. എൻ്റെ കൂടെ അഭിഷേക് ജയദീപ്. മാൻ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ബിഗ് ബോസ് പോലുള്ളൊരു വേദിയിലേ, അതായത് കോടാനുകോടി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു വേദിയിൽ താങ്കളുടെ ഐഡന്റിറ്റി തുറന്ന് പറയാം, സെക്ഷൽ ഐഡന്റിറ്റി തുറന്ന് പറയാന്ന് പറയുന്നത് അതൊരു വലിയൊരു റിസ്ക്കാണ്. നമ്മളുടെ വീട്ടിലെ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ തുറന്ന് പറയുന്ന പോലെ അല്ല അത്. കാരണം ഒരുപാട് പേര് അത് ജഡ്ജ് ചെയ്യാനിരിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ വേദിയിൽ തുറന്ന് പറയാമെന്നുള്ളൊരു ഡിസിഷൻ അതെങ്ങനെയാണ് എടുക്കുന്നത് അബി? ആക്ച്വലി ഞാൻ ഒരു ടൈറ്റിൽ ഇതിനു മുന്നേ വിൻ ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ ഗേ വേൾഡ് ഇന്ത്യ റണ്ണറപ്പ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ എന്തായാലും നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ ഒരിക്കലും മറച്ചു വെക്കുക, അത് പേടിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ഇതൊരു കുറ്റമോ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റോ അല്ല. അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ ഇത് ഇപ്പൊ ഞാൻ ഒരാൾ ഇത് റിവീൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ എടുത്ത് പറയാൻ ഒരു ഫിഗറോ അങ്ങനെ ഇല്ല. ഇപ്പൊ നമുക്കൊരു ഒരു ഗേ ആയി വരുന്ന ആൾക്ക് വീട്ടിൽ പറയാനാണ് ഇപ്പം ഇയാളെ പോലെ ഇയാളെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ എനിക്കും ആവണമെന്ന് പറയാൻ ഒരാളുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ആവാൻ പറ്റുമെങ്കിൽ എന്നുള്ളൊരു ചിന്തയായിരുന്നു ഇപ്പൊ ബിഗ് ബോസിൽ വരുമ്പോഴായാലും. അത് ആക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡ് ആയിരുന്നു. പക്ഷെ സ്റ്റിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഞാൻ എന്നിൽ നിന്ന് കുറച്ച് പേർക്കെങ്കിലും ഒരു ഹെൽപ്പ് ആവുമെങ്കിൽ ആവട്ടെ എന്നുള്ള ഒരു രീതിയിലാണ്. പക്ഷെ മിസ്റ്റർ ഗേ വേൾഡ് ആവാൻ പോയ സമയത്തൊന്നും വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല? ഇല്ല. അതാണ് ചോദിച്ചത്, അന്നില്ലാത്ത ധൈര്യം ഇപ്പൊ എവിടെ വന്നത്? അന്ന് ഞാൻ വിചാരിച്ച ഇത് ചിലപ്പോൾ പേപ്പറിലൊക്കെ വന്നു, അന്ന് പേപ്പറിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് കേരളത്തിൽ ആരും അറിഞ്ഞിട്ടില്ല. അവിടെ പുറത്ത് നോർത്തിലൊക്കെ ഭയങ്കര ഇതായിരുന്നു. അപ്പൊ വീട്ടിൽ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ വീണ്ടും ഞാൻ ഇവർ ഇങ്ങനെ അറിഞ്ഞെങ്കിൽ അറിയട്ടെ, എനിക്ക് നേരിട്ട് പോയപ്പോൾ അറിയണം എന്നുണ്ടായിരുന്നു. അതായത് അറിയണം എന്നുണ്ടായിരുന്നു എനിക്ക്. മേ ബി മീഡിയന്നോ എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പം എല്ലാവരും നല്ലത് പറയുമ്പോൾ അങ്ങനെ ഒരു ആക്സെപ്റ്റ് ചെയ്തോട്ടെ എന്നുള്ളൊരു ഇതായിരുന്നു. നേരിട്ട് പറയാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു, പേടിയായിരുന്നു. അപ്പൊ അങ്ങനെ വിചാരിച്ചു. പക്ഷെ അതിലും അവർ ആരും അറിഞ്ഞില്ല. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിരുന്നു ബിഗ് ബോസിൽ വരാൻ. അതിലെന്തായാലും അറിഞ്ഞു. താങ്കൾ ബിഗ് ബോസിൽ കയറുന്നതിന് മുൻപ് അമ്മയ്ക്ക് അയച്ചൊരു ടെക്സ്റ്റ് മെസ്സേജ് ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. അതായത് ഇത് റിവീൽ ചെയ്തുകൊണ്ട് അമ്മയ്ക്ക് അയച്ച ടെക്സ്റ്റ് മെസ്സേജ്. ടെക്സ്റ്റ് മെസ്സേജ് ഇപ്പോഴും ഫോണിലുണ്ടോ? ടെക്സ്റ്റ് മെസ്സേജ് ഉണ്ടോ എന്ന് വെച്ചാൽ നോക്കണം. അതെങ്ങനെയായിരുന്നു ആ മെസ്സേജ്? എങ്ങനെയായിരുന്നു വെച്ചാൽ ഞാൻ ജസ്റ്റ് പറഞ്ഞു, അമ്മ ഐ എം ഗോയിങ് ടു ഇത്. അപ്പം ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഇതിന് മുന്നേ ഏതോ ഒരു പോസ്റ്റ് അവർ കണ്ടു, ബിഗ് ബോസിൽ പോണതിന് മുന്നേ എന്തോ പ്രഡിക്ഷനോ എന്തോ അവർ കണ്ടു. അപ്പം അത് അറിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി. അമ്മ എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിരുന്നു, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള പോലെ ഒരു മെസ്സേജ് അയച്ചിരുന്നു. ഏതൊരു പ്രഡിക്ഷൻ ലിസ്റ്റിൽ ആദ്യമേ എൻ്റെ പേര് വന്നിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി പിടിച്ചു അറിഞ്ഞു എന്ന്. അപ്പം ഞാൻ അമ്മയ്ക്ക് അയച്ചതാണ്, ഞാനിങ്ങനെ പോകുന്നുണ്ട്, ഇതാണ് റിയാലിറ്റി. ബിക്കോസ് ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതോ അങ്ങനെ പറ്റുന്ന ഒരു കാര്യമല്ല. ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇത് പറയാമെന്ന് വേണ്ടിയിട്ട് ഞാൻ ഫ്ലൈറ്റ് മോഡിൽ പോയി, റെസ്പോൺസ് അറിയാതിരിക്കാൻ പേടിച്ചിട്ട്. പിന്നെ ആ സമയത്ത് ആക്ച്വലി അച്ഛൻ വിളിച്ചിരുന്നു അന്നത്തെ ദിവസം. അത് ഇതിനാണോ എന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ പ്രഡിക്ഷൻ കണ്ടിട്ടാണോ എന്നറിയില്ല. അത് ഞാൻ അറ്റൻഡ് ചെയ്തില്ല, എനിക്ക് പേടി. കാരണം നമ്മളൊരു ഷോയിൽ പോകുമ്പോൾ നമുക്ക് നെഗറ്റീവായിട്ട് കയറണ്ടല്ലോ. പിന്നെ ചേച്ചി വിളിച്ചു പറഞ്ഞു അമ്മയ്ക്കെല്ലാം ഓക്കെയാണ്, ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഡിസ്കഷൻ ചെയ്തിട്ടില്ല. അമ്മയാണെങ്കിൽ അത്ര എക്സ്പ്രസ് ചെയ്ത് പറഞ്ഞില്ല. ഒരു എന്താ പറയുക, ഒരു ഐസ് ബ്രേക്ക് ചെയ്യാൻ ഉണ്ടായിരിക്കില്ല ആ ഒരു ടൈമിൽ സംസാരിക്കുമ്പോൾ.
അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത് ഇപ്പൊ ഈ ലെറ്ററിൽ കൂടെയാണ്, മുന്നേ അങ്ങനെ എക്സ്പ്രസ് ചെയ്തിട്ടില്ല. ഇത് തുറന്ന് പറഞ്ഞതിന് ശേഷം അബിയും അമ്മയും കണ്ടുമുട്ടുന്ന ഒരു ഡേ ഉണ്ടല്ലോ, അതൊരു ബിഗ് ഡേ ആ അബിയെ സംബന്ധിച്ചിടത്തോളം. അവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ദിവസം. ഇപ്പൊ സിനിമയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെയധികം നാടകീയതയൊക്കെയുള്ള നിറഞ്ഞ ദിവസമായിരുന്നിരിക്കും. ആ ദിവസം എങ്ങനെയായിരുന്നു? അമ്മയുടെ ആക്ച്വലി അമ്മ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അമ്മ ലൈക്ക് ഭയങ്കര നോർമൽ ആയ പോലെ നിൽക്കുന്നത്. മേ ബി അത് സംസാരിച്ച് ഓക്വേർഡ് ആക്കണ്ടെന്ന് വെച്ചിട്ടായിരിക്കും. പിന്നെ അമ്മയായിട്ട് ഞാൻ അല്ലെങ്കിൽ ഭയങ്കര ക്ലോസ് ആണ്, ഞങ്ങൾ ഫ്രണ്ട്സ് പോലെയാണ്. അപ്പം അത് അത്ര ഒരു പ്രോബ്ലം ആയില്ല. പിന്നെ അമ്മ ഈ മീഡിയ ചോദിക്കുമ്പോൾ റെസ്പോൺസ് പറയുമ്പോഴാണ് ഞാൻ ഞെട്ടുന്നത്. അമ്മയുടെ മനസ്സിൽ ഇത്ര അധികം ഉണ്ട്, എന്തൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ മകനാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് അമ്മ എന്നോട് ഡയറക്റ്റ് പറയുന്നില്ല. ഇതിൽ പറയുമ്പോഴാണ് ഞാൻ തന്നെ കേൾക്കുമ്പോൾ ഞെട്ടുന്നത്. അപ്പോൾ ശരിക്കും ഞാൻ ഭയങ്കര പ്രൗഡായി. അമ്മയ്ക്ക് ഇത്ര നോളജ് ഉണ്ട്, ഇതിനെക്കുറിച്ച് ഇത്ര എഡ്യൂക്കേറ്റഡ് ആണ്. ഇതിനകം അമ്മ കുറെ റീഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ച്. അമ്മ പറയുന്ന വാക്കുകളിലൊക്കെ ഭയങ്കര ക്ലാരിറ്റി ഉണ്ട്. അപ്പൊ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി, ഇത് എവിടെ നിന്ന് പഠിച്ചു. ആക്ച്വലി കമ്മ്യൂണിറ്റിയിൽ തന്നെ ഉള്ള എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ അമ്മേനെ വിളിച്ച് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഞാൻ ബിഗ് ബോസിലായിരുന്ന ഗ്യാപ്പിൽ നിന്ന് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയി. പിന്നെ അച്ഛനെ ഞാനിപ്പോൾ ലാസ്റ്റ് ഒരു 2-3 ഡേയ്സ് മുന്നെയാണ് അച്ഛൻ്റെ മെസ്സേജ് അച്ഛൻ എന്നെ കോൾ ചെയ്തു. ഞാൻ വീണ്ടും എടുത്തില്ല, എനിക്ക് പേടി ഇനി വിളിച്ച് ചീത്ത പറയാനാണോ എന്ന്. അത് കഴിഞ്ഞ് ടെക്സ്റ്റിലാണ് ഇങ്ങനെ അയച്ചിരിക്കുന്നത്, ആരൊക്കെ എന്ത് പറഞ്ഞാലും നീ എൻ്റെ മകനാണ്, ഞാൻ ഫാമിലിക്ക് വേണ്ടി എന്തും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു മെസ്സേജ്. അങ്ങനെ അച്ഛനെ കണ്ടു. അപ്പൊ അച്ഛൻ പറഞ്ഞു വാട്ട് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് കഴിഞ്ഞു, ഇനി നമുക്കൊരു റീസ്റ്റാർട്ട് ആണ് ലൈഫിനെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഡിന്നറൊക്കെ കഴിക്കാൻ പോയി. ഭയങ്കര ഹാപ്പി ആയി എല്ലാം. യെസ്, ഇപ്പോൾ ഈ ഇന്റർവ്യൂവിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് നമുക്ക് പറയാനുള്ള കാര്യം, അതായത് അബി ഇങ്ങോട്ട് കേരളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്, അച്ഛൻ്റെ കൂടെ താമസിക്കാൻ പോകണം ഇനി മുതൽ അല്ലേ? അതെ അതെ, അടിപൊളി. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ 2024 ജീവിക്കുന്നത്. ഇവിടെ ഒരുപാട് പുരോഗമനങ്ങൾ നടക്കുന്നു, ഫെമിനിസം നമ്മൾ പറയുന്നു, LGBT വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സംസാരിക്കുന്നു. അപ്പോഴും ഇത് തുറന്ന് പറഞ്ഞതിന് ശേഷമേ അവിടെ നിന്നും ഇവിടുന്നൊക്കെ ചിലപ്പോൾ ചില ആളുകൾ വളരെ മൈനോറിറ്റി ആയിരിക്കും, എപ്പോഴും കുത്തുവാക്കുകൾ പറയുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ കളിയാക്കലുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം. ഇവരുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായ കാര്യങ്ങളൊക്കെ നമ്മളെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബാഡ് എക്സ്പീരിയൻസ് ആക്ച്വലി ഇവരൊന്നും എന്നോട് ഡയറക്ട്ലി ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ അമ്മ പറഞ്ഞിട്ടാണ് കേൾക്കുന്നത്, ഫാമിലി നെയിം ഉപയോഗിക്കരുത്. അപ്പം അത് കേൾക്കുമ്പോൾ ഒബ്വിയസ്ലി വിഷമമുണ്ട്. പിന്നെ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മുന്നേ ആണെങ്കിലും ഇങ്ങനെ ആരെങ്കിലും എന്നോട് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് ബ്ലോക്ക്, അല്ലെങ്കിൽ ഇപ്പൊ ആരെ പറയുന്ന അത്രേ ഉള്ളൂ. നമ്മൾ അവരുടെ ഒഴിഞ്ഞു മാറി ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ മാത്രം ജീവിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ഇത്ര വലിയൊരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ഇതിനൊക്കെ റെസ്പോൺസ് കൊടുക്കണം, നമ്മൾ അതിന് ബാധ്യസ്ഥരാണ്. അപ്പം ഇപ്പം കുറവാണ് നെഗറ്റീവ്. എന്നാലും ഞാൻ കമന്റ്സ് എല്ലാം കാണുന്നുണ്ട്. ചിലരോട് നമ്മൾ എന്താ പറയുക, ഉറങ്ങുന്നവരെ നമുക്ക് ഉണർത്താൻ പറ്റും, പക്ഷെ നടിക്കുന്നവരെ നമുക്ക് എത്ര ഉണർത്താൻ പറ്റില്ല. അതുപോലെ ഞാൻ അതിന് റിപ്ലൈ കൊടുത്താലും അത് യൂസ്ഫുൾ അല്ല എന്ന് തോന്നിയിട്ടുള്ളവരെ ഞാൻ ഇഗ്നോർ ചെയ്യും. പക്ഷെ മനസ്സിലാക്കുന്നവർക്ക് ഇത് എന്താണ്, ഇതിനെക്കുറിച്ച് കൂടുതൽ കുറെ പേര് പറയുന്നത് ഇത് മരുന്ന് കൊടുത്ത് ചികിത്സിച്ചുകൂടെ എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ ഇന്ന് തന്നെ എൻ്റെ അമ്മേനെ വിളിച്ചിട്ട് അമ്മയുടെ ഏതോ ഒരു മാനേജറും അങ്ങോട്ട് പറഞ്ഞിരുന്നു, ഒന്നും വിഷമിക്കണം, നമുക്ക് ചികിത്സിച്ച് മാറ്റാം. അപ്പൊ അവർക്ക് ഇതിനെക്കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ, ഇത് ചികിത്സിച്ച് മാറ്റാൻ ഒരു രോഗമല്ല എന്ന് പോലും മനസ്സിലാക്കാൻ പലർക്കും പറ്റുന്നില്ല. അപ്പം കഴിയുന്നവർക്ക് ഞാൻ അവർക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, ബാക്കി ഇഗ്നോർ, അത്രേ ഉള്ളൂ. വിഷമമൊന്നും ഇപ്പൊ അങ്ങനെ എന്നെ എഫക്ട് ചെയ്യുന്നില്ല. അടിപൊളി. അതെ, ഇപ്പൊ എനിക്കിപ്പോൾ LGBTQ കമ്മ്യൂണിറ്റിയിലുള്ള പലരുമായിട്ടും ഭയങ്കര എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പൊ അവര് എപ്പോഴും അവർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് പറയാനുള്ള ഒരു ചൈൽഡ്ഹുഡ് സ്റ്റോറി ഉണ്ടായിരിക്കും അബി. അതായത് ചിലപ്പോൾ കസിൻ അല്ലെങ്കിൽ വീട്ടിലെ അടുത്തുള്ളൊരു ആള്, അങ്ങനെ എല്ലാ സ്റ്റോറിയിലും ഒരു വില്ലൻ ഉണ്ടായിരിക്കും. അബിക്ക് അങ്ങനെ എന്തെങ്കിലും ചൈൽഡ്ഹുഡിൽ ഹിറ്റ് ചെയ്ത അങ്ങനെ എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ഇതിലേക്ക് ലീഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ലക്കിലി എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല. ഈവൻ ഇപ്പം കുറെ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്തിട്ടുള്ള കുറെ ഗേ ആയിട്ടുള്ള ആളുകൾ ഉണ്ടെന്ന് ഞാൻ കുറെ സ്റ്റോറീസ് കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്നെ യൂസ് ചെയ്തതോ അങ്ങനെ ഡിസ്ക്രിമിനേഷൻ എൻ്റെ ലൈഫിൽ അങ്ങനെ എനിക്ക് ഫേസ് ചെയ്തിട്ടില്ല. മേ ബി ഐ എം ലക്കി ഫോർ ദാറ്റ്. ഓക്കെ, ഈ നമ്മൾ ചെറുപ്പത്തിലേക്ക് ചിലപ്പോൾ നമ്മളുടെ ഈ ഒരു സെക്ഷുവാലിറ്റിയെ പറ്റി നമുക്ക് ഒട്ടും ബോധം ഉണ്ടാവില്ല, അതിനെപ്പറ്റി നമ്മൾ പഠിക്കുന്നേ ഉണ്ടാവുള്ളൂ, അറിയേണ്ടാവുള്ളൂ. പക്ഷേ ഒരു ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ സെക്ഷുവാലിറ്റിയെ പറ്റി, നമ്മളുടെ ഇഷ്ടങ്ങളെ പറ്റി. അബിയുടെ ഒരു പിന്നിലേക്ക് നോക്കുന്ന സമയത്ത് അബി ഏതൊരു പ്രായത്തിലാണ് സെക്ഷുവാലിറ്റി തിരിച്ചറിയുന്നതും ഇതാണ് എൻ്റെ ഐഡന്റിറ്റി എന്നൊക്കെ മനസ്സിലാക്കുന്നതും ഏത് പ്രായത്തിലും ഏത് കാലഘട്ടത്തിലൊക്കെയാണ്? എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 5th സ്റ്റാൻഡേർഡിലൊക്കെ ആയപ്പോൾ എനിക്ക് അറിയാം ഇതാണ് സെക്ഷുവാലിറ്റി എന്ന് അറിയാം. പക്ഷെ ഞാനത് എക്സ്പ്രസ് ചെയ്തിട്ടില്ല, നമ്മുടെ മനസ്സിലുണ്ട്. ഇത് ബൈ ബർത്ത് ആണല്ലോ, ഇത് നമ്മൾ ഒരിക്കലും അക്വയർ ചെയ്യുന്നതല്ല സെക്ഷുവാലിറ്റി. അതാണ് പലർക്കും അറിയാത്തത്. പലരും പറയുന്നത് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഒരാൾ നമ്മളോട് പറയുമ്പോൾ നമ്മൾ ചേഞ്ച് ആവുന്നതാണ് സെക്ഷുവാലിറ്റി എന്ന്. സെക്ഷുവാലിറ്റി ഈസ് ബൈ ബർത്ത്, ബൈ ഹോർമോൺസ് ആണ് അത്. അപ്പൊ എനിക്കൊരു 5th സ്റ്റാൻഡേർഡ് നമ്മൾക്ക് എപ്പോഴാണോ നമ്മുടെ ഹോർമോൺ ആക്ടിവേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ നമ്മളത് എക്സ്പ്രസ് ചെയ്യാത്തത് നമ്മുടെ സൊസൈറ്റിനോടുള്ള പേടിയും, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ കേരളം വിട്ട് ഞാൻ പൂനെയിലേക്ക് പോകുമ്പോഴാണ് ഞാൻ അത് എക്സ്പ്രസ് ചെയ്ത് തുടങ്ങിയത്. ലൈക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സിൽ അവിടെ ആക്റ്റീവായിട്ട് അങ്ങനെ നിന്നിട്ടുണ്ട്. അപ്പം ഇത് നമ്മളിത് അകത്ത് വെച്ചുകൊണ്ടിരിക്കേണ്ട, ഇത് നമ്മളൊന്ന് പുറത്തേക്ക് കൊണ്ടുവരണം, ആളുകളോട് തുറന്ന് സംസാരിക്കണം, പബ്ലിക്കലി ഇത് അഡ്രസ്സ് ചെയ്യണം എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ സഹായിച്ച തനിക്കൊന്ന്
കം ഔട്ട് ചെയ്യണം എന്ന് പ്രേരിപ്പിച്ച ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫാക്ടർ ഉണ്ടോ? ഫാക്ടർ ഇൻ ദ സെൻസ്, ഞാൻ കേരളത്തിലായിരുന്നപ്പം ഇത് വളരെ ഒളിച്ചു വെക്കുന്ന ഒരു സംഗതിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ബട്ട് ഞാൻ പൂനെയിലോ അല്ലെങ്കിൽ മുംബൈയിലൊക്കെ പോയപ്പം അവിടെ ഇപ്പൊ നമ്മള് റോട്ടിൽ വരെ ഭയങ്കര ഓപ്പൺ ആയിട്ട് ലൈക്ക് ലെഹങ്ക ഇട്ട് നടക്കുന്ന ആമ്പിള്ളേര് വരെ ഉണ്ട്. അപ്പം അവർക്ക് അവരുടെ ഇത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു എന്താ പറയാ ഒരു സ്വാതന്ത്ര്യം അവിടെ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പം ഇത് ഒരാളുടെ തെറ്റല്ല എന്ന് എനിക്ക് അപ്പോഴാണ് ബോധ്യപ്പെട്ടത്. എനിക്ക് ആദ്യം ഇത് ഞാൻ പറയുന്നത് തെറ്റാണോ എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരുന്നു ചെറുപ്പത്തിലൊക്കെ. പിന്നെ ഇത് തെറ്റല്ല, പിന്നെ കുറെ ഇങ്ങനത്തെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ റീഡ് ചെയ്യാൻ ശ്രമിച്ചു. പിന്നെ ഇതിന്റെ മൂവീസും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചാലാണ് അത് നമ്മൾ തന്നെ എന്തോ തെറ്റ് ഒളിപ്പിച്ച് വെക്കുന്ന പോലെ തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഫ്രീ ആയി എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതും ജനങ്ങളും ആക്സെപ്റ്റ് ചെയ്യണമല്ലോ. അങ്ങനെയാണ്, ആക്സെപ്റ്റ് ചെയ്യുമായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. ചില ആൾക്കാർ സെക്ഷുവാലിറ്റി കം ഔട്ട് ചെയ്യുമായിരിക്കും, ചിലത് പറയത്തില്ല, അത് വളരെ സീക്രട്ട് ആയിട്ട് വെക്കും. താങ്കളുടെ ഒരു ഫ്രണ്ട്, തങ്ങളുടെ വളരെ അടുത്തൊരു സുഹൃത്ത്, ഇതേ സെക്ഷുവാലിറ്റിയിലുള്ള ഒരു സുഹൃത്ത് വന്നിട്ട് താങ്കളോട് അഭിപ്രായം ചോദിക്കണം, മാൻ ഞാനിത് കം ഔട്ട് ചെയ്യണോ അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് ഏത് രീതിയിലാണ് താങ്കൾ ഉപദേശിക്കുക? ഞാൻ പറയും, ഈ കം ഔട്ട് ചെയ്യണത് എപ്പോഴും ഒരു സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ നമ്മളൊരു ഇൻഡിപെൻഡൻ്റ് ആയി നമുക്കൊരു നല്ല ജോബ് കിട്ടി ഇൻഡിപെൻഡൻ്റ് ആയി എങ്ങനെ നമുക്ക് ജീവിക്കാം, വേറൊരാളുടെ ഹെൽപ്പ് ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്. അപ്പം നമ്മുടെ ഒരു അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ ആയി എനിക്ക് ഇപ്പം നല്ലൊരു ജോബ് കിട്ടും എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കം ഔട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു 10ാം ക്ലാസ്സിൽ വെച്ച് തന്നെ പറയുകയാണ്, അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്താക്കി, അതോടുകൂടി നമ്മുടെ ലൈഫ് നിന്ന് പോയിട്ടുള്ള പല ആൾക്കാരും ഉണ്ട്. അപ്പോൾ അറ്റ് ദ റൈറ്റ് ടൈം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട് നിങ്ങളിൽ തന്നെ, നിങ്ങളിത് പറഞ്ഞ് നിങ്ങൾക്ക് നെഗറ്റീവ് വന്നാലും നിങ്ങൾക്ക് ജീവിതം തുടരാമെന്നുണ്ടെങ്കിൽ മാത്രം കം ഔട്ട് ചെയ്യുക. അത് ഒരാളുടെ ചോയ്സ് ആണ് കം ഔട്ട് ചെയ്യേണ്ടത്. അതൊരിക്കലും ഞാൻ ഫോഴ്സ് ചെയ്ത് ഒരാളെയും ഞാൻ കം ഔട്ട് ചെയ്യിപ്പിക്കില്ല. അത് അവരുടെ ചോയ്സ് ആണ്. അവരെപ്പോഴാണ് അതിന് ഓക്കെ, അവരുടെ ഫാമിലി എപ്പോഴാണ് ഓക്കെ എന്ന് തോന്നുന്നു ആ ടൈമിൽ മാത്രം ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇന്റർവ്യൂസിൽ കണ്ടപ്പോഴാണ് അമ്മയും ചേച്ചിയൊക്കെ ഭയങ്കര ഫ്രീ ആയിട്ടുള്ള, ഭയങ്കര സെൻസിബിൾ ആയിട്ടുള്ള രണ്ട് സ്ത്രീകളാണ് രണ്ടുപേരും. അപ്പോൾ അങ്ങനെ ഒരു ഫാമിലിയിൽ എന്തിനാ പിന്നെ ഇങ്ങനെ ഒരു മറ ഇത്രയും നാൾ കാത്തിരിക്കേണ്ടി വന്നിരുന്നെന്ന് പിന്നീട് തോന്നിയോ? അതെ, ബിക്കോസ് എനിക്ക് നമുക്ക് പുറത്തെ ആൾക്കാരോട് പറയാം, പുറത്തെ ആൾക്കാർ എന്ത് പറഞ്ഞാലും നമുക്ക് അവരെ ഒന്നില്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ നിന്ന് മാറി നമുക്ക് നിൽക്കാം. പക്ഷെ നമ്മുടെ ഫാമിലിയോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവായി പോവുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരാൾക്കാരല്ലേ നമ്മുടെ ഫാമിലി. ഇഫ് അതൊരു നെഗറ്റീവിലോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് പാരന്റ്സിന് ഫുള്ളായി ലൂസ് ആവില്ലേ. ഇപ്പൊ ചേച്ചിയും പോവും അമ്മയും പോവും, അപ്പൊ എന്ത് ചെയ്യുന്നുള്ള ഒരു തോട്ടായിരുന്നു. പക്ഷെ ഇതുപോലെ പോസിറ്റീവ് ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാനപ്പോ പ്രീവിയസ് ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് ചേച്ചി പറയുന്നത്, അതായത് ചേച്ചി പറയുന്നത് ഇപ്പോഴും അവന് എന്നോട് പറഞ്ഞിട്ടില്ല, സംസാരിച്ചിട്ടേ ഇല്ല എന്നുള്ള കാര്യം. അതെ, ഇപ്പോഴും അതിനെപ്പറ്റി നിങ്ങളുടെ ഇടയിൽ കോൺവെർസേഷൻ ഉണ്ടായിട്ടില്ല? അല്ലാതെ കോൺവെർസേഷൻ ഉണ്ടാവാതെ മനഃപൂർവ്വം നോക്കുന്നതാണോ? ഞാൻ മനഃപൂർവ്വം നോക്കുന്നത്. ബിക്കോസ് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ അവരുടെ ഫാമിലിയിൽ ഞാൻ സ്ട്രെയിറ്റ് ആണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഗേ ആയ പേഴ്സൺ എന്തിന് എപ്പോഴും നമ്മുടെ സെക്ഷുവാലിറ്റിനെ കുറിച്ച് സംസാരിക്കണം എന്നുള്ളൊരു തോട്ടാണ് എനിക്ക്. ഇത് ഭയങ്കര നോർമലായി കാണണ്ടേ. ഇപ്പൊ ഞാൻ ചേച്ചിയോട് പോയി ഞാൻ ഇതാണ് കേട്ടോ, ഞങ്ങൾക്ക് ഇതാണല്ലോ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വെറുതെ കൂടുതലൊരു ഡ്രാമ അങ്ങനെ ആവുന്നേ തോന്നുള്ളൂ. അപ്പം ഇതൊരു വളരെ നോർമൽ ഒരു കാര്യമായി അതുപോലെ വിടാനാണ് എനിക്ക് താല്പര്യം. അടിപൊളി. അമ്മ അഭിഷേകിന് അയച്ച ലെറ്റർ ഈ പറഞ്ഞ നമ്മളുടെയൊക്കെ മനസ്സിൽ തട്ടിയ സാധനമാണ്. അതുവരെ അഭിഷേക് അമ്മയുടെ മുഖത്ത് നോക്കി സംസാരിച്ചിട്ടില്ല, ചേച്ചിയുടെ മുഖത്ത് നോക്കി ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. ഇപ്പൊ ഞാൻ തിരിച്ചിട്ടേ അമ്മയ്ക്ക് ഇതുപോലെ ഒരു ലെറ്ററോ അല്ലെങ്കിൽ ചേച്ചിക്ക് ഒരു ലെറ്ററോ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെറ്റർ എങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക? ആ ലെറ്ററിൽ ഞാൻ ആദ്യം തന്നെ ഒരുപാട് താങ്ക്ഫുൾ ആണെന്ന് പറയും. ബിക്കോസ് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു ഇതാണ് ഇവർ ആക്സെപ്റ്റ് ചെയ്തു. പിന്നെ ഓൾറെഡി എനിക്ക് തോന്നുന്നു ഇപ്പം ഇതിനെക്കുറിച്ച് വളരെയധികം എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും, ഇപ്പം അമ്മ കാരണം ഇപ്പോൾ ജനങ്ങളിൽ ഒരു 2 അമ്മമാരെങ്കിലും ഇതിനെക്കുറിച്ച് മാറി അവരുടെ മക്കളെ ആക്സെപ്റ്റ് ചെയ്യാൻ അമ്മ ഇതായി എന്ന് എനിക്ക് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഒരുപാട് താങ്ക്സ്. പിന്നെ എന്താ പറയാ, ഒരുപാട് നന്ദി, അത്ര തന്നെ ഉള്ളൂ. താങ്കൾ ആദ്യം വിവാദമാകുന്നതേ, അതായത് ഇതിലേക്ക് കയറി ചെന്ന സമയത്ത് ആദ്യം ഇവിടെ ചർച്ചയാവുന്നത് ബിഗ് ബോസിന്റെ ഹൗസിൽ ചർച്ച ചെയ്തപോലെ ഇവിടെ ചർച്ച ചെയ്ത് കൊറിയൻ മല്ലു ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് ആണ്. അതിന് കൊറിയൻ മല്ലുവിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് രംഗത്ത് വന്നു. ഇവൻ അഭിഷേക് പോലുള്ള ആൾക്കാർ താങ്കളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്ന ആൾക്കാരും കണ്ടു. താങ്കളുടെ ഒരു ഭാഗം കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇതെങ്ങനെ, ഇതിന്റെ തുടക്കം എവിടെ നിന്നാണ്? നിങ്ങൾക്ക് തമ്മിലുള്ള പ്രശ്നത്തിന് ആധാരം എന്താ? ആക്ച്വലി കൊറിയൻ മല്ലു ആരാന്ന് ഞാൻ റീസെന്റ് ആണ് അറിഞ്ഞത്. ഞാൻ ഒരു പ്രാൻഷു എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി ആത്മഹത്യ ചെയ്ത ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഒരു നോർത്ത് ഇന്ത്യൻ ആണ്. ആളെ ഇങ്ങനെ ബുള്ളി ചെയ്തിട്ട്, ആ കുട്ടി ഗേ ആയതുകൊണ്ട് ബുള്ളി ചെയ്ത് ആത്മഹത്യ ചെയ്തതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ. അപ്പോൾ ആ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞ എല്ലാവരും മറ്റേ കാൻഡിൽസ് ഒക്കെ കത്തിക്കുന്നതിലാണ് ഞാൻ കൊറിയൻ മല്ലുവിന്റെ കമന്റ് കണ്ടത്. അത് എഴുതിയിരിക്കുന്ന ഈ LG TV കമ്മ്യൂണിറ്റിയിൽ ഒരുത്തൻ കൂടി ചത്തു,
ഭൂമിക്ക് അങ്ങനെ ഒരു ഭാരം കൂടി കുറഞ്ഞു കിട്ടി എന്നുള്ള ഒരു രീതിയിൽ കമന്റ് ചെയ്യണ്ട. ഇപ്പൊ ഒരാൾ മരിച്ചതിൽ വരെ ഇങ്ങനെ കമന്റ് ചെയ്യുന്ന ഒരാളെന്ന് വെച്ചാൽ ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഏത് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് നോക്കുമ്പോഴും ഏതൊരു വ്യക്തിയുടെ പോസ്റ്റ് നോക്കുമ്പോഴും ഈ കൊറിയൻ മല്ലുവിന്റെ കമന്റ്സ് അതിൽ വളരെ മോശമായിട്ട് എനിക്ക് ഇവിടെ പറയാൻ പറ്റാത്ത രീതിയിൽ ഉള്ള വാക്കുകളും പഞ്ചവർണ്ണ ഡാഷ് അങ്ങനെയുള്ള കുറെ കമന്റ്സും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ അന്ന് മുതൽ ഞാൻ ഇതിന് റിപ്ലൈ കൊടുത്ത് ഫൈറ്റ് തുടങ്ങി. ഒരു ദിവസം ഫൈറ്റിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഞാൻ ചെയ്ത കമന്റ് മാത്രമേ അയാൾ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുള്ളൂ. അതിന്റെ എന്തുകൊണ്ട് അതിന്റെ മുകളിലുള്ളതില്ല, ഓൺലി എന്റെ റിപ്ലൈ മാത്രം. ഐ അഗ്രി, ഞാനത് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ എന്നെയും എൻ്റെ അച്ഛനെയും ചേർത്ത് ഇതേ രീതിക്ക് നിന്റെ അച്ഛന്റെ ഡാഷിൽ ഡാഷ് ചെയ്യുന്ന അത് ഐ ഡോണ്ട് ഹാവ് എ സ്ക്രീൻഷോട്ട്, ബട്ട് അയാൾ ഇട്ട കമന്റ് ഇതാണ്. അതിനുള്ള എൻ്റെ റെസ്പോൺസ് ആണ് ഇത്. അതേ തരത്തിൽ നാണയത്തിലുള്ള ഒരു മറുപടിയാണ് ഞാൻ കൊടുത്തത്. അപ്പം എന്തുകൊണ്ട് അതിന്റെ മുന്നത്തെ റിപ്ലൈ ആൾ ഇടുന്നില്ല? ഇത് മാത്രം എന്നെ കാണിക്കാൻ. ഞാനിത് ചെയ്തത് തെറ്റാണ്, പക്ഷെ ഒരിക്കലും കൊറിയൻ മല്ലുവിനോട് ഞാൻ ഒരിക്കലും ഇതിന് മാപ്പ് അപേക്ഷിക്കില്ല. ബിക്കോസ് അയാൾ പറഞ്ഞതിനുള്ള ഒരു മറുപടിയാണ്. ഒരു ദേഷ്യത്തിൽ ഞാൻ ഇട്ടു, അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തു. ഇയാൾ സ്ക്രീൻഷോട്ട് മാത്രം എടുത്ത് ഫ്രെയിം ചെയ്തു. എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ മകന് 4 വയസ്സുള്ള മകനോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ആ ഒരു മാസം മുന്നിട്ട കമന്റ് എന്തുകൊണ്ട് ആ സമയത്ത് ഇത് വന്നില്ല? ആ സമയത്ത് എനിക്ക് മറുപടി പറയാൻ പറ്റുന്ന സമയത്ത് അത് അയാൾ ഷെയർ ചെയ്തിട്ടില്ല. ഞാൻ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞ് എനിക്ക് മറുപടി പറയാൻ പറ്റില്ല എന്നറിഞ്ഞ സമയത്ത് മാത്രമാണ് അയാൾ ഇത് ഷെയർ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് കോർട്ടിൽ ഇത് പോകുന്നില്ല? അയാൾക്ക് കംപ്ലൈന്റ് ചെയ്തൂടെ? ഞാൻ ഇതുപോലെ മകനെ ചെയ്തു എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് കംപ്ലൈന്റ് ചെയ്യുന്നില്ല? കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈബർ സെക്യൂരിറ്റി സെല്ലിൽ നിന്ന് ഇതിന്ന് മുന്നത്തെ കമന്റ്സ് എല്ലാം എടുക്കുന്ന അയാൾക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പം എനിക്ക് ഇത് കഴിഞ്ഞ് എൻ്റെ അമ്മയെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഇവരുടെ ആൾക്കാര്. വീട്ടിൽ കയറി അടിക്കും, അത് ചെയ്യും, ഇത് ചെയ്യുന്നൊക്കെ. അതിന് റിപ്ലൈ ഇല്ല. ഇയാളുടെ ഭാഗത്തു നിന്നാണോ? ഇയാളുടെ ഭാഗത്ത് നിന്ന് ഒബ്വിയസ്ലി ആയിരിക്കും. കൊറിയൻ മല്ലു ഇങ്ങനെ ഒരു കമന്റ് ഇട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഭീഷണി കോളുകൾ അമ്മയ്ക്ക് വന്നു. അമ്മ ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ട് ആയിരുന്നു. അമ്മ ഈ ബിഗ് ബോസിന്റെ ടൈമിൽ എത്രയോ കിലോ വെയിറ്റ് കുറഞ്ഞു. ഇവരിങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അച്ഛനെ ചേർത്ത് പറഞ്ഞു എന്നുള്ളതിന് എനിക്ക് സ്ക്രീൻഷോട്ട് ഇല്ല. പക്ഷെ അയാൾ കോർട്ടിൽ കൊടുക്കാന്ന് വെച്ചാൽ അവരെടുക്കും. പക്ഷേ ഇയാളത് സമ്മതിക്കുന്ന ഓഡിയോ എൻ്റെ അടുത്തുണ്ട്. ഏതൊരു ഫ്രണ്ട് ഇത് ചോദിച്ചു, നിങ്ങൾ ഇവന്റെ അച്ഛനെ വിളിച്ചിട്ടല്ലേ? അതേ, ഞാൻ അച്ഛനെ വിളിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു ഓഡിയോ ലക്കിൽ ഇതേവ ഉള്ളത് കൊണ്ട് എനിക്ക് അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഏതോ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾ ഇയാൾ ഇട്ട എനിക്കെതിരിട്ട വേറൊരു കമന്റും കൂടി ഉണ്ട്. കെ വെച്ചിട്ടുള്ള അത് വേർഡും പിന്നെ കുറെ വൃത്തികേടും. അതിൽ അമ്മയെ ചേർത്ത് പറയുന്ന കമന്റ് എൻ്റെ അടുത്തുണ്ട്. ആ ഒരു തെറിയുണ്ടല്ലോ അങ്ങനെ പറയുന്നത്. അപ്പൊ ഇയാളുടെ ഭാഗം എല്ലാം ക്ലീൻ ആക്കി എനിക്ക് റിപ്ലൈ പറയാൻ പറ്റാണ്ട് എൻ്റെ ഇത് മാത്രം ഇട്ടു. പക്ഷെ ഞാൻ അപ്പോളജൈസ് ചെയ്യുന്നു. ഇത് കണ്ട് ഇത് എഫക്റ്റ് ആയിട്ടുള്ള അവരുടെ ഫാമിലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം ഇത് കമന്റ്സ് കണ്ടിട്ടുള്ള ആൾക്കാർക്കോട് ഞാൻ അപ്പോളജൈസ് ചെയ്യുന്നു. പക്ഷെ കൊറിയൻ മല്ലുവിന് ഒരിക്കലും എൻ്റെ ഭാഗത്തുനിന്ന് ഒരു അപ്പോളജി ഇല്ല. ആള് കോർട്ടിൽ ബാക്കി ഡീൽ ചെയ്യട്ടെ, ബാക്കി ഞാനും കോർട്ടിൽ. മൊത്തത്തിലേ ഈ സീസണിൽ ഒരു ക്രിറ്റിസിസം ഉണ്ട്. അതായത് കുറച്ചുകൂടെ എന്താ പറയാ സെൻസിബിൾ ആയിട്ടുള്ള, കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടസ്റ്റൻസ് ആക്കാമായിരുന്നു എന്നുള്ളൊരു ക്രിറ്റിസിസം ഉണ്ട്. ആസ് എൻ ഓഡിയൻ കണ്ടസ്റ്റന്റ് അല്ല, ആസ് എൻ ഓഡിയൻ താങ്കൾ ഈ സീസണിനെ എങ്ങനെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഈ സീസണിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതിൽ വിഷയം ഒന്നേ ഉള്ളൂ, ജബ്രി എന്നുള്ള ഒരു വിഷയമായിരുന്നു മെയിൻലി. ഇപ്പൊ ഒരു 50 ഡേയ്സിലും ആ ഒരു ഇഷ്യൂ അതിനെ മാത്രമായി ഫോക്കസിങ്. ഇപ്പൊ ഞാനും അഭിഷേകും വന്നപ്പോൾ തന്നെ ഒരു ഹോമോഫോബിക്കും അങ്ങനെ ഒരു കണ്ടന്റ് വന്നെങ്കിലും അത് ബിഗ് ബോസ് അപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്യിച്ചു. പിന്നെയും അതിൽ വരുന്ന ഒരു കണ്ടന്റ് ഈ ഒരു ഇഷ്യൂ ആണ്. അപ്പൊ അതിലെല്ലാവരും ഇടപെടുന്നില്ല. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ? താങ്കളെ കണ്ടസ്റ്റന്റ് ആയിട്ട് അവിടെ കൊണ്ടുവന്നു. അഭിഷേകിന് ഇപ്പൊ പുറത്ത് എനിക്കറിയാം ഫാൻ ബേസ് ഉണ്ട്. മറ്റേ അഭിഷേകിന്, ശ്രീകുമാറിന്, അയാളെ കൊണ്ടുവന്നത് താങ്കൾക്കെതിരെ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് മാത്രമല്ലേ? അല്ലെങ്കിൽ അയാളെ കൊണ്ടുവരത്തേ ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ റിയാസ് പോലുള്ള ആൾക്കാരൊക്കെ അതിനെതിരെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ടോക്സിസിറ്റി അങ്ങനെ കൊണ്ടുവരികയും ചെയ്തു. എന്നിട്ട് കൊണ്ടുവന്നതിന് ശേഷം മൂടിപ്പിച്ചു. ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ക്ലോസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, അങ്ങനെ പിന്നെ കൊണ്ടുവരരുതായിരുന്നു. ആ ആക്ഷേപത്തെ എങ്ങനെ നോക്കി കാണുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല ഏഷ്യാനെറ്റ് എന്താണ് ഉദ്ദേശിച്ചതെന്ന്. ആക്ച്വലി അതും എൻ്റെ ഒപ്പമാണ് അഭിഷേകിനെ വിടുന്നത്. അപ്പൊ അവരതിൽ മീൻ ചെയ്യുന്നത് തന്നെ 2 ഡിഫറെന്റ് ആശയങ്ങളുള്ള ആൾക്കാർ ഫൈറ്റ് ചെയ്യണമെന്നായിരിക്കാം. പക്ഷെ അതിൽ ഫസ്റ്റ് ഫൈറ്റിൽ തന്നെ അവര് ഈ നോട്ടീസ് അടിച്ച് തന്നു. ഞങ്ങൾക്ക് ഒരു പ്രിന്റഡ് വന്നു, ഇതിനകത്ത് കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഒന്നും സംസാരിക്കാൻ പാടില്ല എന്ന് വന്നു. പിന്നെ എന്തിനാ ഞങ്ങളെ കൊണ്ടുവന്നേന്നുള്ള. പിന്നെ ഇപ്പൊ അഭിഷേക് പറയുന്നതിന് ഞാൻ കൊടുക്കുന്ന മറുപടി ഒക്കെ ലൈവിൽ വരെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞു. അഭിഷേക് പറയുന്നു, പിന്നെ ഞാൻ വിഷമിച്ചിരിക്കുന്നു. ആ ഒരു സീനായിൽ കാണിച്ചിട്ടില്ല. അതിന്റെ ഇടയിൽ വലിയൊരു ഫൈറ്റ് നടന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ ഇപ്പൊ പൂജ ഇല്ലേ, ആങ്കർ പൂജ അതിൽ ഇടപെട്ടിട്ടുണ്ട്. പൂജയും ഞാനായിട്ട് ഇതിനെക്കുറിച്ചൊരു വലിയൊരു ഡിസ്കഷൻ വരുന്നുണ്ട്. LGBTQ കുറിച്ചും ഞാൻ കുറെ സംസാരിക്കുന്നുണ്ട്, എന്താണെന്നുള്ള ഒരു എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ലൈവിലും ഇല്ല, എപ്പിസോഡിലും ഇല്ല. അപ്പൊ അവരെന്തിനാണ് 24 hours ലൈവ് വെക്കുന്നത്? എന്തിനാണ് ഏഷ്യാനെറ്റ് എന്നെ വിളിച്ചതെന്ന് പോലും എനിക്ക് ഡൗട്ട് ആവുന്നു. കാരണം എനിക്ക് ആദ്യം ഇൻട്രോയിൽ പറയാനുള്ളത് അവർ എഴുതി തന്നതാണ്. ലൈക്ക് ഞാൻ LGBTQ റെപ്രസെന്റ് ചെയ്ത് വരുന്നു, ഞാൻ ഇത് എഡ്യൂക്കേറ്റ് ചെയ്യാൻ വരുന്നു എന്നുള്ളത് അവരുടെ സ്ക്രിപ്റ്റ് ഞാൻ വായിക്കുന്നതാണ്. ഞാൻ ആക്ച്വലി അവരോട് പറഞ്ഞത് ഞാൻ ഒരു റെപ്രസെന്റേഷൻ അല്ല, ഞാൻ
ആസ് എ ഗെയിമർ കണ്ടസ്റ്റന്റ് ആയിട്ടാണ് വരുന്നത്. പക്ഷെ അവര് പറഞ്ഞത് എനിക്ക് പറയേണ്ടി വന്നു തുടക്കത്തിലുള്ള ഇൻട്രോ ഇതില്. എന്നിട്ടും അവർ അതിനകത്ത് എന്നെ ഞാൻ പറഞ്ഞത് വരെ കട്ട് ചെയ്ത് പിന്നീട് പറയുമ്പോൾ LGBTQ കുറിച്ച് സംസാരിക്കരുതെന്നുള്ള നോട്ടീസ് തരാം. അപ്പൊ ഏഷ്യാനെറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഡൗട്ടാണ്. എന്താണ് അവരുടെ ഈ ഇത് പുറത്ത് വന്നതിന് ശേഷം ഇപ്പൊ ഇത്തരം ബിഗ് ബോസ് ഷോയുമായി സംബന്ധിച്ച് ഒരുപാട് കോൺട്രവേഴ്സീസ് നടക്കുന്നതായിട്ട് അറിഞ്ഞു കാണുമല്ലോ. ഇപ്പൊ അഖിൽ മാരാർ പറഞ്ഞ കാര്യങ്ങൾ, അതിന് പിന്നാലെ ഒരുപാട് പ്രീവിയസ് കണ്ടസ്റ്റൻസ് വന്ന് പ്രതികരിക്കുന്നു. ഇതിനെ ഏതെങ്കിലും രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും സംഭവങ്ങൾ താങ്കൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നോ? അഖിൽമാരാർ പറയുന്നത് ഇപ്പോൾ കാസ്റ്റിംഗ് കൗച്ച് പോലത്തെ ഇഷ്യൂസ് അല്ലേ, അതിനെക്കുറിച്ച് എനിക്ക് ഒരു അറിവില്ല. ബിക്കോസ് എനിക്ക് വളരെ നല്ല എക്സ്പീരിയൻസ്. നേരെ തിരിച്ച്, അതായത് ചില കണ്ടസ്റ്റൻസിനെ ബിഗ് ബോസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അതായത് അറിഞ്ഞുകൊണ്ട് ചിലർക്ക് ഫേവറിസം ചെയ്യുന്നുണ്ട്. അല്ലാത്ത ആൾക്കാരെ, ബിഗ് ബോസിന് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ നേരെ ഓപ്പോസിറ്റ് ഡൗൺ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ തോന്നിയിട്ടുണ്ടോ? അതെനിക്ക് പുറത്തിറങ്ങിയിട്ട് എപ്പിസോഡ് കാണുമ്പം എന്റെ സ്ക്രീൻ സ്പേസ് മേ ബി ഒരു എപ്പിസോഡിൽ 1 hour എപ്പിസോഡിൽ 3 minutes അല്ലെങ്കിൽ 5 minutes മാക്സിമം. പക്ഷേ ജാസ്മിൻ ഗബ്രി വെറുതെ ഇരുന്ന് അവരുടെ ഒരു ലൂസ് ടോക്സ് വരെ ഫുൾ എപ്പിസോഡിൽ 40 minutesോളം ആ ലൂസ് ടോക്സ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇതെന്തെങ്ങനെ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട്. ലൈക്ക് അവരെ ഫേവർ ചെയ്യുന്ന പോലെ എനിക്ക് എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. സ്ക്രീൻ സ്പേസ് ഒബ്വിയസ്ലി അവർക്കാണ് കൊടുക്കുന്നത്. ഈ അർജുനും ശ്രീധുവിനും അറിയോ, അതായത് അവരുടെ കോംബോ പുറത്ത് സംസാരിക്കുന്നുണ്ട്, ഹിറ്റ് ആവുന്നുണ്ട് എന്നുള്ളത് അറിയോ? അറിയാം. അത് ജിൻഡോ ചേട്ടൻ പറഞ്ഞല്ലോ ഒരു ഇതില്, റസ്മിൻ ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോൾ റസ്മിൻ ഒരു പേപ്പറിൽ എഴുതി അത്ര ജാസ്മിൻ ഗബ്രി നെഗറ്റീവ്, അർജുൻ ശ്രീധു പോസിറ്റീവ്. അതുള്ളതാ? ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ജിൻഡോ ചേട്ടൻ ഞങ്ങളോട് ഒന്ന് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ലെറ്റർ ടോയ്ലറ്റിൽ ടിഷ്യൂല് എഴുതി എന്ന് പറയുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ആ ലെറ്റർ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ജിൻഡോ കിട്ടിയതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട്. ജിൻഡോ ചേട്ടൻ കണ്ടുന്ന് ഇവള് ഇത് കൊണ്ട് എഴുതുന്നത്, നെയിൽ പോളിഷ് വെച്ച് എഴുതുന്നത്. നമ്മളാരും കണ്ടിട്ടില്ല. ആളത് ഓപ്പൺലി വന്ന് പറയും ചെയ്തു. എന്നിട്ട് ഭയങ്കര ഇഷ്യൂ ആയത്. സാധാരണ കോമൺ ഓഡിയൻസിന് അറിയാൻ, ബിഗ് ബോസിന്റെ അണിയറയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ കുറച്ച് ക്യൂരിയസ് ആയിരിക്കുമല്ലോ. അതിൽ എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു ചെന്നൈയിൽ സെറ്റിലാണ് നടക്കുന്നതെന്ന് അറിയാം. പക്ഷെ നിങ്ങളുടെ ഈ ഹൗസും അതുപോലെ തന്നെ ലാലേട്ടന്റെ സ്റ്റേജും തമ്മിൽ എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കും. എത്ര ഡിസ്റ്റൻസ് ഉണ്ട് ആക്ച്വലി ഇത് രണ്ട് തമ്മിൽ? വളരെ കുറവ്, ഒരു മാക്സിമം ഒരു 300-400 മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. ഞാനിപ്പോ എവിക്റ്റ് ആയി കഴിഞ്ഞ് ബാക്ക് ഡോറിൽ നിന്ന് നടന്ന് ജസ്റ്റ് നേരെ പോയി കയറുക ചെയ്തേ. തൊട്ട ക്ലോസ് ആണ്, ബാക്ക് ടു ബാക്ക് ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ. അതുപോലെ അബിയോട് സംസാരിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്, അതായത് ഒരു ദിവസം അവിടെ ഡെഡ് ആണ്, ഒരു ദിവസം നമ്മൾ കാണുന്നില്ല, അതായത് എപ്പിസോഡിൽ കാണുന്നില്ല. എപ്പിസോഡിലില്ല. അത് ഏത് ദിവസം? അത് ഫ്രൈഡേ നമുക്ക് ഡെഡ് ഡേ ആണ്, നമുക്ക് എന്തും ചെയ്യാം, കിടന്ന് ഫുൾ ടൈം ഉറങ്ങാം. പക്ഷെ അത് ആക്ച്വലി ഹോട്ട്സ്റ്റാറിൽ വരുന്നുണ്ട്. സാറ്റർഡേയുടെ രാവിലെയുള്ള ലൈവിൽ അത് വരുന്നത്. സാറ്റർഡേ ലൈവിൽ കാണുന്നത് നമ്മൾ ഫ്രൈഡേയുടെ ഡെഡ് ഡേ ആണ്. നമ്മൾ എപ്പിസോഡ്സിൽ അത് കാണില്ല, എപ്പിസോഡിൽ വരില്ല. അപ്പൊ ഈ ഫ്രൈഡേയിൽ നമ്മൾ എന്തെങ്കിലും അടി ഇടി സംഭവങ്ങൾ, എന്തെങ്കിലും സംഭവ വികാസങ്ങൾ നടന്നു കഴിഞ്ഞാൽ അപ്പൊ കാണിക്കത്തില്ല. അത് ലൈവില് പോവും. പിന്നെ അത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്നുണ്ടെങ്കിൽ ലാലേട്ടൻ വരുമല്ലോ സാറ്റർഡേ വരുമ്പോ, നമുക്ക് കുറച്ച് വിശേഷങ്ങൾ കാണാന്ന് പറഞ്ഞിട്ട് അത് ഒരു 10 minutesോളം അത് കാണിക്കും. എന്റെ ഒരു അടി അതില് വന്നിട്ടുണ്ട്, നന്ദനയായിട്ടുള്ള ഒരു ഫൈറ്റ് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ടൈം കറക്റ്റ് ടൈം തന്നെയാണ് അവർ കാണിക്കുക, എഴുതി കാണിക്കുന്ന ടൈം? അതെനിക്ക് കറക്റ്റ് അറിയില്ല. ചിലര് പറയും, സായി ഒക്കെ പറയുന്നുണ്ടായിരുന്നു ഇതിലെ ടൈം ഇതും ടൈമിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഞാൻ അങ്ങനെ കമ്പയർ ചെയ്തിട്ടില്ല, അങ്ങനെ സായി പറഞ്ഞു കേട്ടു ഞാൻ. ഓക്കെ. ഇനി ഇച്ചിരി കോളിലൊക്കെ സൃഷ്ടിക്കുന്ന സാധനം ഞാൻ ചോദിക്കാൻ പോകുന്നത്. അതായത് പൊതുവെ ഞാൻ ഇപ്പൊ സാബുമോനൊക്കെ ഇതിൽ നിന്ന് ഔട്ടായതിനു ശേഷം ഞാൻ ഇന്റർവ്യൂ എടുത്തപ്പോൾ പുള്ളി പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മള് ഹൗസിലേക്ക് കയറുമ്പോ തന്നെ ഉണ്ടല്ലോ, നമ്മൾ പുറത്ത് നമ്മൾ നടന്ന പോലെ ആയിരിക്കത്തില്ല, നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും നമുക്ക് അതുപോലെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ചിലപ്പോൾ ഹൗസിന്റെ ഉള്ളിൽ പെരുമാറാൻ സാധിക്കില്ല. അവിടെ എന്തൊക്കെയോ ഒരു ശക്തി നമ്മളെ കൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സിബിൻ ഔട്ടായ സമയത്ത് അയാൾ പറഞ്ഞു മരുന്നോ എന്തൊക്കെയോ തന്നിട്ടുണ്ട്. അത് ഞാൻ ഗൗനിക്കുന്നില്ല. പക്ഷെ അവിടെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ എന്തൊക്കെയോ ഒരു ശക്തി, പവർ ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ ഒരു നെഗറ്റിവിറ്റി ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു നെഗറ്റിവിറ്റി പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇപ്പൊ അവിടെ വെച്ചിരിക്കുന്ന ചിത്രങ്ങളായാലും ചിലപ്പോൾ അതിനൊക്കെ എന്തൊക്കെ മീനിങ്, എനിക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ല. അപ്പൊ അതിന്റെ കൺസ്ട്രക്ഷൻ തന്നെ ആ ഒരു രീതിയിലാണെന്നാണ് കേട്ടിട്ടുള്ളത്. പിന്നെ എനിക്ക് അതിൽ കയറിയപ്പോ തുടങ്ങിയ തലവേദന, എനിക്ക് ഇറങ്ങുന്നവരെ എനിക്ക് തലവേദന ഉണ്ടായിരുന്നു. പിന്നെ ആ മെയിൻ ലാലേട്ടൻ വരുമ്പോൾ നമ്മൾ ഇരിക്കുന്ന ഹാൾ ഉണ്ടല്ലോ, കൗച്ച്, അവിടെ എന്ത് ടാസ്കിന് വന്നിരുന്നാലും എനിക്കിങ്ങനെ തല ഒരു ആടുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ഇത് ചിലപ്പോൾ ഫിസിക്കലി ഫുഡ് കിട്ടാതെ തന്നെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ആ വീട്ടിൽ കയറി അന്ന് മുതൽ ഒരു നെഗറ്റീവ് ഫീലിംഗ് ഒബ്വിയസ്ലി അതിനകത്തുണ്ട്. അതായത് ക്യാമറേന്റെ ഒക്കെ ബാക്കിൽ ചിലപ്പോൾ സിംപലുകളും അതുപോലെ തന്നെ അവർ യൂസ് തരുന്ന പ്രൊഡക്ട്സ് അല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. അതെ. അതായത് നമുക്ക് പ്രൊഡക്ട്സ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, അതായത് സോപ്പ് ആണെങ്കിലും പേസ്റ്റ് ആണെങ്കിലും ഒന്നും കൊണ്ടുപോകാം. നമുക്ക് ഫേസ് വാഷ് കൊണ്ടുപോകാം, പിന്നെ ബ്യൂട്ടി പ്രൊഡക്ട്സ് കൊണ്ടുപോകാം. ബാക്കി പേസ്റ്റ്, ബ്രഷ്, സോപ്പ്, ബോഡി വാഷ്, എവറിത്തിങ്. ഓക്കെ. ഞാൻ ഇതിപ്പോ എന്റെ ഫ്രണ്ട് ഇങ്ങനെ റിസർച്ച് ചെയ്തപ്പോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതായത്
അവർ തരുന്ന പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറേയധികം അതിൻ്റെ ഉള്ളിൽ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വിചാരിക്കുന്ന പോലെ അവിടെ പോകാൻ പറ്റത്തില്ല. നമ്മളെ ഇപ്പൊ പറഞ്ഞില്ല തലവേദന ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രസ്ട്രേറ്റഡ് ആവാനുള്ള ചാൻസ് പിന്നെയും ഒരു 10% കൂടുതലായിരിക്കും എന്നൊക്കെയുള്ള. എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ല, ബട്ട് ഈ ഇപ്പൊ പറഞ്ഞ പോലെ അവര് തരുന്നതിനോടൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അതിനകത്തൊരു നെഗറ്റീവ് എനർജി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ഹെഡ് ഏക്ക് ആയാലും അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എല്ലാ സീസണിലും ഈ വലിയൊരു വാർത്തയാവാറുണ്ട്, ബിഗ് ബോസ് കണ്ടസ്റ്റന്റുകളുടെ ഒരു ദിവസത്തെ നിങ്ങൾ തുക കേട്ടാൽ ഞെട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓൺലൈൻ ചാനലുകൾ ഇതുപോലെ ന്യൂസ് വരും. അതായത് വീക്ക്ലി ആണ് പേയ്മെന്റ് എന്ന്. ഇപ്പോൾ ഞാൻ എന്റെ ഫ്രണ്ട് വഴിയാണ് പറഞ്ഞത്, ഡെയിലി പേയ്മെന്റ് അല്ലല്ലോ, ഇപ്പൊ വീക്ക്ലി അല്ലേ പേയ്മെന്റ്? ഡെയിലി പേയ്മെന്റ് ആണ്. അപ്പൊ ഈ ഡെയിലി പേയ്മെന്റ് അതായത് നിങ്ങൾക്ക് എപ്പോഴും അവസാനമാണോ, ഈ ഷോ കഴിഞ്ഞ അവസാനമാണോ ഈ പേയ്മെന്റ് ഫുൾ ആയിട്ട് കിട്ടുക, അല്ലെങ്കിൽ വീക്ക്ലി കയറുമോ നിങ്ങൾ? ഇല്ല, വീക്ക്ലി കയറില്ല. നമ്മൾ എപ്പോഴാണോ ഔട്ട് ആവുന്നത് അതിന്ന് 30 ഡേയ്സിനുള്ളിൽ അവര് സെറ്റിൽ ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. 60% തരും, പിന്നെ 100th ഡേയിലാണ് നമുക്ക് ബാക്കി 40% തരാം. നമ്മളുടെ പേയ്മെന്റ് തീരുമാനിക്കുന്നത് നമ്മളാണോ അല്ലെങ്കിൽ ചാനലാണോ, എൻ്റെ മോൾ ഷൈനാണോ? കാരണം അതിനെ ചുറ്റിപ്പറ്റി ഈ പറയുന്ന പോലെ ശോഭ വിശ്വ അത് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ ഭയങ്കര ഇഷ്യൂ ആണ്. അപ്പോൾ നമ്മളുടെ പേയ്മെന്റ് ആരെ ഡിസൈഡ് ചെയ്യുന്ന ചാനലാണോ? ചാനൽ നമ്മളോട് പറയും ഒരു ഇത്, അത് നമുക്ക് വേണമെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യാം. അത് നമ്മുടെ പ്രൊഫൈൽ എന്താണ്, നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ള പോലെ നെഗോഷിയേറ്റ് ചെയ്ത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. പിന്നെ പലരും എനിക്ക് തോന്നുന്നു ആരൊക്കെയോ പേയ്മെന്റ് ഇല്ലാതെ പോലെ ഈ സീസണിൽ വന്നിട്ടുണ്ട്. ലൈക്ക് അവർക്ക് ഫെയിം മതി, പേയ്മെന്റ് വേണ്ട എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതാരാ ഞാൻ പറയുന്നില്ല. അങ്ങനെയുണ്ട്. അങ്ങനെ ഒരാള് 1-2 പേര് ആ ഷോയിലകത്ത് പേയ്മെന്റ് മേടിക്കാതെ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ ഉള്ളിൽ പറഞ്ഞു കേട്ടെ. എനിക്ക് ആ ഒരു ഫെയിം മതി, ഓൾറെഡി ഞങ്ങൾക്ക് പൈസയുടെ ആവശ്യമില്ല എന്നുള്ള ആൾക്കാരുണ്ട് അതിൽ. ഇനി ബിഗ് ബോസ് തരാറുള്ള പോലെ ഞാൻ ചെറിയൊരു ടാസ്ക് തരട്ടെ? ഓക്കെ. അതായത് ഞാൻ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് പറയും. ആ സ്റ്റേറ്റ്മെന്റ്സ് പറയുന്ന സമയത്ത് അവിക്ക ഇൻമേറ്റ്സിൽ ആരുടെ മുഖമാണോ ഓർമ്മ വരുന്നത് അത് പറഞ്ഞാൽ മതി. ഓക്കെ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഒറ്റ ഒരു വാക്കാ അത്, ഫേക്ക്. അവിടെ ഫേക്ക് ആയിട്ട് നിൽക്കുന്ന, മുഖം മൂടിയിട്ട് ഇപ്പോഴും ഇത്രയും ഒരു 50-60 ദിവസമായിട്ട് ഇപ്പോഴും റിയൽ ആയിട്ട് പെരുമാറാത്ത, സംസാരിക്കാത്ത ആളുടെ പേര് പറയാൻ പറഞ്ഞ ആരുടെ പേരാ പറയാ? 2 പേരുണ്ട്, ഒന്ന് സായി, ഒന്ന് ശ്രീരേഖ. ശ്രീരേഖയ്ക്കും സായിക്കും എന്താണ് പുറത്തേക്ക് പറയാൻ പ്രശ്നം? സായി വന്നപ്പോഴേ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത്, ഞങ്ങളൊരു ടീമായിരുന്നല്ലോ, ഡെന്നിലായിരുന്നപ്പോ സായി പറഞ്ഞു സായിക്ക് പുറത്ത് ഭയങ്കര ഇപ്പൊ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഒരു നെഗറ്റീവ് ഇമേജ് ആണ്. അപ്പൊ ഇതിനകത്ത് ഞാൻ അധികം സംസാരിക്കില്ല, ഞാൻ വേണ്ടവർക്ക് മാത്രമേ സംസാരിക്കുള്ളൂ, ഞാൻ ഭയങ്കര ജെനുവിൻ ആയിട്ട് കാണിക്കും. അപ്പൊ പുറത്ത് എനിക്ക് നല്ലൊരു ഹ്യൂമൻ ബീങ് എന്നുള്ളൊരു പേര് വരണം, അതിനാണ് സായി വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. നേരെ തിരിച്ചാണ്. അതെ അതെ, അത് പുറത്ത്, അതിനുള്ളിൽ നമ്മൾ അങ്ങനെയല്ല വിചാരിച്ചേ. ഉള്ളിൽ എല്ലാവരും സായി ആണ് ബെസ്റ്റ്, സായി ആണ് ഹീറോ, സായി ആണ് 100th ഡേ വരെ ഇവിടെ നിൽക്കാനുള്ള ഒരു വൈൽഡ് കാർഡ് എന്നാണ് നമ്മളെല്ലാരും പറഞ്ഞു കേൾപ്പിക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ അങ്ങനെയാണ് വിചാരിക്കുന്നത്. പക്ഷെ പുറത്തു നിന്ന് കമന്റ്സ് വായിച്ചപ്പോ. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് പറയട്ടെ. ഡിസേർവിംഗ് ടു ബി ദ വിന്നർ. അങ്ങനെ വിന്നർ ആവാൻ ഡിസേർവിംഗ് ആണ്, വോട്ട് നോക്കണ്ട, പുറത്തുള്ള ഫാൻസ്. ഡിസേർവിംഗ് ഐ തിങ്ക് നോബഡി. എന്താ ഈ സീസൺ 6 സംഭവിച്ചേ? എന്റെ അഭിപ്രായമാണ്. പ്രശ്നമാണോ? കാസ്റ്റിംഗിന്റെ പ്രശ്നമല്ല, മേ ബി ഈ വട്ടം നമുക്ക് ഗ്രൂപ്പും അങ്ങനെ കുറെ റൂംസ് അങ്ങനത്തെ ഗെയിംസ് അല്ലേ വരുന്നത്, ഇൻഡിവിജ്വൽ ഗെയിംസ് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും, ഒരു ഗെയിം ഫുൾ മാറ്റിപ്പിടിക്കലാണല്ലോ, അതുകൊണ്ട് മേ ബി ഒരു ആളെ വിന്നർ എന്ന് ഇപ്പൊ പറയാൻ എനിക്ക് പറ്റുന്നില്ല. ഇല്ല. ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ഉണ്ടോ അതില്? ഉണ്ട്. അതാരാ? ഞാൻ പറഞ്ഞില്ല, അൻസിബ എനിക്ക് ഇഷ്ടമാണ്. നോട്ട് ആസ് എ ഗെയിമർ, ആസ് എ പേഴ്സൺ. അതായത് ഇയാളുടെ ഈ ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ആരാധന തോന്നിയ കഥാപാത്രം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം ജാസ്മിനെ പറയുവാണെങ്കിൽ, ജാസ്മിന് ഇത്ര നെഗറ്റീവ് ഉണ്ട്, അവർക്ക് അറിയാം. സായി വന്ന് പറഞ്ഞു പുറത്ത് ഭയങ്കര നെഗറ്റീവാണ്. ഇപ്പൊ എന്നോട് അങ്ങനെ പറഞ്ഞു വെച്ചാൽ ഞാൻ അടുത്ത ദിവസം പെട്ടിയെടുത്ത് ഇറങ്ങും അതിൽ കൂടെ. പക്ഷേ ജാസ്മിൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അവര് ഒരു ദിവസം അലറി കരയുന്നുണ്ട്, പക്ഷെ നെക്സ്റ്റ് ഡേ ഗെയിം വരുമ്പോൾ അവർ വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്, സ്ട്രോങ് ആയി കളിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു വിൽ പവർ അല്ലെങ്കിൽ ആ ഒരു മനക്കട്ടി എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇപ്പൊ അവര് പറയുന്ന ഒരു മുസ്ലിം ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്ന് അവർ വരുന്നത്. അപ്പൊ ഉപ്പ വരെ ഇങ്ങനെ പറയുന്നു പറയുമ്പോൾ തകർന്നു പോകേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. പക്ഷെ ഇപ്പോഴും സ്ട്രോങ് ആയി നിൽക്കുന്നത് കൊണ്ട് ആ ഒരു ക്വാളിറ്റി ജാസ്മിന്റെ എനിക്ക് ഇഷ്ടം. ഞാൻ ഒന്ന് കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്. അതായത് പണ്ട് ഇപ്പൊ കഴിഞ്ഞ സീസണിൽ റോബിനെ ഗസ്റ്റ് ആയിട്ട് വിട്ട സമയത്ത് റോബിനോട് പറഞ്ഞിരുന്ന, ഇത് റോബിൻ പറയുന്ന ഭാഗമാണ്, നമുക്ക് ഇതിൽ എത്രമാത്രം ശരിയുണ്ടെന്ന് അറിയില്ല. അപ്പം റോബിൻ പറഞ്ഞ ഒരു കാര്യമാണ്, എന്നോട് ഇന്ന ആൾക്കാരെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു, ഫോക്കസ് ചെയ്യാൻ പറഞ്ഞിരുന്നു എന്ന് നേരത്തെ തന്നെ കമ്പനി പറഞ്ഞിരുന്നു എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട് പുറത്തിറങ്ങിയതിന് ശേഷം. അതുപോലെ നിങ്ങളിപ്പോ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വരുന്ന സമയത്തേ അങ്ങനെ ആരെങ്കിലും ഇന്നയാളെ ഫോക്കസ് ചെയ്യണോ കേട്ടോ, ടാർഗറ്റ് ചെയ്യണോ എന്നുണ്ടെങ്കിൽ പറഞ്ഞിരുന്നോ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഈവൻ ഇന്റർവ്യൂല് പോലും നമ്മുടെ അടുത്ത് ഒരു വാക്ക് പോലും വേറൊരു കണ്ടസ്റ്റന്റിനെ ഇങ്ങനെ ചെയ്യുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പോലും വന്നിട്ടില്ല.
നമ്മളോട് ചോദിച്ചിരുന്നു നിങ്ങൾക്ക് ആരാണ് ടാർഗറ്റ്സ്. അതിപ്പോ ഫസ്റ്റ് ഡേ തന്നെ നമ്മളൊരു മാലയിട്ട് ടാർഗറ്റ് പറയാൻ പറഞ്ഞു എന്നല്ലാതെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇൻപുട്ടും ഇല്ല, കിട്ടിയില്ല. ഓക്കെ, എന്തോ എവിടെയോ തകരാറ് പോലെ തോന്നിയോ? നോറേനെ തന്നെ പറയും. കാരണം നോറ ഇങ്ങനെ സംസാരിച്ച് പൊയ്ക്കൊണ്ടേ ഇരിക്കുക. ഇടയ്ക്ക് നമുക്ക് തോന്നി ദൈവം, ഞാനും നോറയുടെ ഉള്ള കോൺവെർസേഷൻ കണ്ടറിയാം, ഞാനിങ്ങനെ തല കാട്ടിക്കൊണ്ടിരിക്കുക, ഞാൻ വേറെ എന്തിലേട്ടോ പോയി. ആളിങ്ങനെ ഇങ്ങനെ 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 ഇപ്പൊ കിലുക്കത്തിലെ ഒരു റോൾ അവർക്ക് കൊടുത്തില്ല, അത് എക്സാക്ട് ആണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അതിൽ ചിലപ്പോഴൊക്കെ എന്തോ ഒരു തകരാറ് പോലെ തോന്നാറുണ്ട്. സ്റ്റോറി സോഫാർ, കഥ ഇതുവരെയാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. ഇനി അങ്ങോട്ടുള്ള കഥ എങ്ങനെയാ, എന്തൊക്കെയാണ് പ്ലാൻ? ഇനി പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ പൂനെന്ന് കേരളത്തിലോട്ട് വരുവാണ്. അപ്പം എനിക്ക് അച്ഛൻ അക്സെപ്റ്റ് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്? അതെ, ഞാൻ തിരിച്ച് പൂനെയിൽ പോകാൻ തന്നെയാ വിചാരിച്ചേ. പിന്നെ അച്ഛൻ പറയുന്നുണ്ട് ഇപ്പൊ ഇവിടെ തന്നെ നിൽക്കാം, നമുക്ക് ഇനി ഒരു ഫാമിലി റീബിൽഡ് ചെയ്യുന്ന പോലെ എല്ലാം ഒന്നൊന്ന് തുടങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്തായാലും നല്ലതിനാവും എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ അച്ഛനും അമ്മയും തന്നെ ഒരുമിച്ചായിരുന്നില്ല കുറച്ച് നാളായിട്ട്. അപ്പൊ അമ്മേനെയും തിരിച്ച് കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. ഞാൻ അമ്മോട് സംസാരിച്ചു. അപ്പൊ അമ്മയ്ക്ക് കുറച്ചും കൂടി ടൈം വേണം, ഇപ്പൊ പെട്ടെന്ന് ഒരു അങ്ങനെ വരാൻ അമ്മയ്ക്ക് താല്പര്യമില്ല, എന്നാലും സംസാരിച്ച് ഓക്കെ ആക്കാന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനി നാട്ടിലോട്ട് വന്ന് ഇവിടെ ഇപ്പോൾ ജോബിന്റെ ആണെങ്കിൽ തന്നെ കൊച്ചിയിൽ ഞാൻ TCS വർക്ക് ചെയ്യുന്ന ഡെവലപ്പറായിട്ട്. അപ്പം കൊച്ചിയിലുണ്ട് അതിന്റെ. അപ്പോൾ കൊച്ചിയിലോട്ട് മാറ്റാനോ പിന്നെ കുറച്ച് മോഡലിംഗിന്റെ വർക്ക്സ് ഒക്കെ ഇൻട്രസ്റ്റഡ് ആണ്. അപ്പൊ അതൊക്കെ ഇവിടെ കിട്ടുവാണെങ്കിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാനാണ് ആഗ്രഹം. താങ്കളുടെ അടുത്ത സുഹൃത്തുക്കളോടൊക്കെ ഞാൻ ഇതിന്റെ ഇടയിൽ താങ്കളെ പറ്റി ഒന്ന് റിസർച്ച് ചെയ്തിരുന്നു. ആരോട് ഞാൻ പേര് പറയുന്നില്ല. അപ്പൊ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ കാര്യമാണ്, ഭയങ്കര പ്യൂർ സോളാണ്, അങ്ങോട്ട് കയറി ഒരാളെയും ഉപദ്രവിക്കാത്ത, തങ്ങളുടെ സ്വന്തം കാര്യം നോക്കി വലിയ ഉപദ്രവമൊന്നും ഉണ്ടാക്കാതെ ജീവിക്കുന്ന ആളാണ്. പക്ഷെ അയാളുടെ ചൈൽഡ്ഹുഡിൽ അയാൾക്ക് ഉണ്ടായ ഒരുപാട് സ്ട്രഗിളുകളുണ്ട്, ഫാമിലി പരമായിട്ടുള്ള. അല്ലാതെയൊക്കെ അയാൾ ജീവിച്ചു പോകുന്നത് ആലോചിക്കുന്ന സമയത്ത് അവർക്കൊക്കെ ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള മനുഷ്യനാണ് എന്ന് പറയും. എങ്ങനെ താങ്കളുടെ ഒരു ചൈൽഡ്ഹുഡ് എങ്ങനെയുള്ള രീതിയിലായിരുന്നു? ഒരുപാട് പ്രയാസങ്ങളും സ്ട്രഗിളും ഉണ്ടായിട്ടുണ്ട് പറഞ്ഞ പോലെ. ഉണ്ട്. ചൈൽഡ്ഹുഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും അച്ഛൻ്റെയും കുറെ ഫൈറ്റ്സ്, നമ്മൾ ചെറുപ്പത്തിലാകുമ്പോഴും ഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്നും അവർ തമ്മിൽ ഫൈറ്റ്സ് ആണ്. അപ്പം നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര അടി, അങ്ങനെ പോലീസ് സ്റ്റേഷൻ വരെ ഒക്കെ എത്തും അത്. അപ്പൊ ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഇപ്പൊ നമ്മുടെ അവിടെ ഒരു സെലിബ്രേഷൻ വിഷു ഒക്കെ ഉണ്ടാവുമ്പം എല്ലാ അമ്മ ഇങ്ങനെ കണിയൊക്കെ ഒരുക്കി വെച്ചിട്ട് പിന്നെ അച്ഛൻ വന്ന് എന്തെങ്കിലും പറ, അച്ഛൻ കുടിക്കൊന്നുമില്ല കേട്ടോ, അച്ഛൻ ആങ്കർ ഇഷ്യൂസ് ആണ്. അപ്പം ചെറിയൊരു കാര്യം ഇപ്പൊ ഫുഡിന് എന്തെങ്കിലും ഇത് പോരാന്ന് പറഞ്ഞിട്ട് തന്നെ ഫൈറ്റ് ആയി ആ കണി വെച്ചതൊക്കെ തട്ടിക്കളയും. എന്നിട്ട് പിന്നെ അതിന് പ്രശ്നമായി. അപ്പോഴേക്കും അമ്മൂമ്മ പിന്നിലെ താമസിക്കുന്നത്, അമ്മൂമ്മ അപ്പോഴേക്കും പോലീസിന് വിളിക്കും, പോലീസ് വന്നിട്ട് പിന്നെ അച്ഛനാണെങ്കിൽ അവിടെ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ള ഫാമിലിയാണ്, നല്ല റെപ്യൂട്ടഡ് ഫാമിലിയാണ്. അപ്പൊ അച്ഛനെ അങ്ങനെ ചെയ്യുന്ന ആരും വിശ്വസിക്കില്ല. അപ്പോ ഇതെല്ലാം തിരിഞ്ഞ് അമ്മയുടെ മേത്താവും, പിന്നെ ഇത് തടുക്കാൻ നിന്ന് എന്റെ മേത്താവും. ഞാനൊക്കെ കുറെ പോലീസ് സ്റ്റേഷനിൽ ഇതിന്റെ കേസിനൊക്കെ ആയിട്ട് ചെറുപ്പത്തിൽ തന്നെ കയറി ഇറങ്ങിയിട്ട്. അപ്പൊ പിന്നെ നമുക്കായാലും നമ്മുടെ വീടിനടുത്തുള്ള ഫ്രണ്ട്സ് ഒക്കെ നമ്മളെ കൂട്ടുകൂടാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇപ്പൊ എനിക്ക് നല്ല ക്ലോസ് ആയിട്ടുള്ള 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പം അവര് തന്നെ ഒരു ദിവസം പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലൊന്നും നിന്നെടുത്ത് മിണ്ടരുതെന്നാ പറഞ്ഞിരിക്കുന്നത്, കാരണം നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഫൈറ്റ് ആണല്ലോ, അപ്പം അത് എല്ലാവരും കേൾക്കുമല്ലേ, അപ്പൊ നിങ്ങളോട് കൂട്ടുവിടാം. അപ്പൊ അത് അങ്ങനെ എനിക്ക് ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ എനിക്ക് ഭയങ്കര എഫക്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോ ജോബ് വന്നപ്പോഴും എനിക്ക് കൊച്ചിയിൽ കൊടുക്കായിരുന്നു, തൃശ്ശൂർ അല്ല മീൻസ് കേരളത്തിൽ കൊടുക്കായിരുന്നു. പക്ഷെ ഞാൻ പൂനെയിൽ വേറെ സ്ഥലത്ത് കൊടുത്തതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു മെന്റൽ പീസ് എങ്കിലും ഉണ്ടാവുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചിട്ട് അങ്ങനെ കൊടുത്തേ. ഓൾ ദി വെരി ബെസ്റ്റ്. എനിക്കറിയാം ഇനി കാത്തിരിക്കുന്നത് ഒരുപാട് ഓഫേഴ്സ് ഉണ്ടായിരിക്കും ബിഗ് ബോസിന് ശേഷം. നോക്കാം. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നല്ല ഹാപ്പി ലൈഫ് ആവട്ടെ അച്ഛൻ്റെയും അമ്മയുടെയും ചേച്ചിയുടെയും കൂടെ ഇനിയുള്ള കാലം തൃശ്ശൂരിൽ ആ വീട്ടിൽ അടിപൊളിയായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. നമുക്ക് ഇനി ശേഷം ഭാഗം എപ്പോഴെങ്കിലും സ്ക്രീനിൽ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.